നമ്മൾ ഇന്നലെ നിയമസഭ കൂടുമ്പോൾ അവിടെ അടിയന്തര പ്രാധാന്യം അറിയിച്ചുകൊണ്ട് ഒരു ചർച്ചാ വിഷയം നടക്കുകയാണ്. വിലക്കയറ്റമാണ് അവിടുത്തെ വിഷയം. നമുക്കറിയാം, കേരള പൊതുസമൂഹം ദൈനംദിന ജീവിതം വളരെ ദുരിതപൂർണമാണ്. സാമ്പത്തികമുള്ളവന് കുഴപ്പമില്ല, സാധാരണക്കാരൻ്റെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. കാരണം ഇനി അടിക്കടെയുള്ള വില വർധനവ്, ഇപ്പോൾ തന്നെ നമ്മുടെ പാചക എണ്ണയുടെ വില, വെളിച്ചെണ്ണയുടെ വില, പാൽ വില കൂടാൻ പോകുന്നു. ഈ അരി ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ, ഇത് നമ്മുടെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും വില വർധനവ്. നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ നമ്മുടെ മുൻഗാമികൾ അവർ ആ വിഷയങ്ങളിലേക്ക് സ്വയം പര്യാപ്ത ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കർഷകൻ്റെ മകനെ കർഷകനാക്കാൻ കർഷകൻ ആഗ്രഹിക്കാത്തതാണ് ഇന്നത്തെ ഈ വിലക്കയറ്റത്തിന് മുഴുവൻ കാരണം. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ചെറുപ്പക്കാർ വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ മണ്ണിൽ പണിയെടുത്താൽ മണ്ണ് നമ്മളെ സഹായിക്കും. മുൻകാലങ്ങളിൽ നമ്മളെ അവർ സഹായിച്ചിട്ടുണ്ട്. ഈ ഭൂമി നമുക്ക് കുറേ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും അതുപോലെ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണും, ഈ മണ്ണ് കൃഷി ചെയ്താൽ നമുക്ക് നമ്മുടെ കേരളത്തിന് ആവശ്യത്തിൽ കൂടുതൽ പച്ചക്കറികളായിരുന്നാലും പഴവർഗ്ഗങ്ങളായിരുന്നാലും നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പശുക്കളെ വളർത്തുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. ഇന്ന് നാട്ടിൻപുറങ്ങളിൽ പശുക്കളെ കാണാനില്ല. അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഒന്നുമില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് നമുക്ക് പാലുൽപ്പന്നങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ അമിതമായിട്ടുള്ള വില അവർ ഈടാക്കും. ആ ഈടാക്കുന്നതിന് നമ്മുടെ പണം തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനിയെങ്കിലും മലയാളിക്ക് ഒരു തിരിച്ചറിവും ബോധവും ഉണ്ടാവണം. മരുഭൂമിയിൽ പോയാലേ പണിയെടുക്കുള്ളൂ എന്ന് കരുതിയിരിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾ ഈ നാട്ടിലിറങ്ങുക, അതിന് സർക്കാർ സഹായിക്കുക. നല്ല എത്രയോ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കാലി വളർത്തലും ഈ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകളും അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുറപ്പുകാരൊക്കെ എത്രയോ പിറമ്പൂക്ക ഭൂമികൾ വെറുതെ കിടക്കുകയാണ്. അവിടെയൊക്കെ തരിശു ഭൂമികളിലൊക്കെ പുൽകൃഷി ചെയ്തുകൊണ്ട് ആ പുല്ല് നമുക്ക് ഒരു പശുവിനെ അല്ലെങ്കിൽ അതിൻ്റെ വളർത്തലും ആവശ്യപ്പെട്ടുകൊണ്ട് പശുവിനെ വളർത്തി ചെറുപ്പക്കാർക്ക് ഒത്തിരി സമ്പാദിക്കുവാനും കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൃഷി വകുപ്പ്, അതുപോലെ മൃഗസംരക്ഷണ വകുപ്പ്, അങ്ങനെ നമുക്ക് 2 വകുപ്പുകൾ തന്നെയുണ്ട്. ആ വകുപ്പിന് പല ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ തൊഴിലില്ലാത്ത അവസ്ഥ. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഒത്തു വന്നാൽ അവർക്കെല്ലാം തൊഴിലുകൾ വർദ്ധിക്കുകയും അവിടെ അങ്ങനെ തന്നെ കുറേ വേക്കൻസികൾ ഒഴിവരുകയും കുറേ ചെറുപ്പക്കാർക്ക് അങ്ങനെ തൊഴിൽ കിട്ടുകയും ചെയ്യും. ഇതിനെല്ലാം ഗവൺമെൻറ് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും ഭക്ഷ്യോൽപ്പന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ അത് ഉണ്ടാക്കുകയും വിപണിയും ഇവിടെ തന്നെ നൽകുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്.